ഹലോ. അപ്പൊ ഇന്ന് ഓഫീസൊക്കെ നേരത്തെ കഴിഞ്ഞപ്പോ നേരെ കണ്ണനെ വിളിച്ചിട്ട് ഞാനും അവനോട് ഒരു ചായ കുടിക്കാൻ പോവാട്ടോ. ഇത് നമ്മുടെ മറ്റൊരു സ്ഥിരം സ്പോട്ടാണ്. നമ്മുടെ കോന്നാട് ബീച്ചില്. നോക്കോ എനിക്ക് പോണ്ട. ചിക്കൻ ബോണ്ട ഉണ്ടോ? ചിക്കൻ ഉണ്ട്. മതി. താങ്ക് യു. ഞാൻ ഇവരുടെ ഈ ചിക്കൻ ബോണ്ടേന്റെ കട്ട ഫാനാട്ടോ. വേറൊന്നും കൊണ്ടല്ല. മസാലയും ആ ചിക്കന്റെ ഫില്ലിംഗ് ഒന്നും ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ്. ഈ കാലിക്കറ്റ് ഈ കോന്നാട് പരിസരം പരിചയമുള്ളവരാണ് എന്തായാലും വന്നൊന്ന് കഴിച്ചു നോക്കണം ഈ ഐറ്റം. പിന്നെ നമ്മൾ ഈ കോഫി ഫാൻസ് ആയതുകൊണ്ട് ചായ അങ്ങനെ കുടിക്കാറില്ല. അധികം കോഫിയാണ് കുടിക്കാറ്. അന്ന് മേടിച്ചത് ഒരു അട പൊരിച്ചതാണ്. അവനങ്ങനെ അത് കഴിക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ ചിക്കൻ ബോണ്ട ഓർഡർ ചെയ്ത് കഴിച്ചു തുടങ്ങി ട്ടോ. ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ്. ഈ ബോണ്ട മാത്രമല്ല ട്ടോ ഇവിടെ പല ടൈപ്പ് വെറൈറ്റി എണ്ണക്കടികളുണ്ട്. എല്ലാ ഐറ്റംസും അടിപൊളി തന്നെയാട്ടോ. അപ്പൊ കണ്ണനെയും പറഞ്ഞ് മൂടാക്കി ഓനെക്കൊണ്ട് ചിക്കൻ ബോണ്ട ഇടിപ്പിച്ചിട്ടോ. അപ്പൊ സംഭവം രക്ഷയില്ല. അത് കഴിഞ്ഞ് നേരെ ഞങ്ങള് ബീച്ചിലേക്കൊന്ന് പോയി. കടലൊക്കെ ഒന്ന് കാണാൻ. കടല് മൊത്തത്തിൽ അലമ്പായി കിടക്കാണ്. അണ്ണാ ഈ വൈറലാവും. അവനെ വൈറലാക്കാനുള്ള വീഡിയോ ചെയ്യണമെന്നാണ് അവൻ പറയുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഈ പിള്ളേരുടെ കളിയൊക്കെ കണ്ട് പിള്ളേരൊന്നുമല്ല ട്ടോ. നമ്മളെക്കാട്ടും പ്രായമുള്ളവരാണ്. വീട്ടിലെത്തിയപ്പത്തെ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത ഒരു സ്റ്റഡി ടേബിൾ, ചെറിയ ടേബിൾ ബെഡിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഒരുപാട് തവണയായിട്ടോ ഫ്ലിപ്കാർട്ടിന് വഴി നമുക്ക് ഇങ്ങനെ മോശം അനുഭവം ഉണ്ടാകുന്നത്. ഇതോടുകൂടി ഇവരുടെ ആപ്പ് വരെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. ഇനി അങ്ങനെ ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യില്ല. കാരണം പഴയ സാധനങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങളാരും പിച്ചക്കാരല്ല എന്ന് ഫ്ലിപ്കാർട്ടിനെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവര് റീഫണ്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ 2 തവണ റിട്ടേൺ അടിച്ചിട്ടാണ് ഈ പൈസയൊക്കെ നമുക്ക് തിരിച്ച് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ട്ടോ. ബൈ.